അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ, മനസ്സിലായോ? ആൻഡ് പാർട്ട് ബി കുറച്ച് കടുത്തുപോയി. തിങ്കിന്റെ എക്സാം പോലെ ആയിരുന്നത്, പക്ഷേ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈസിയർ ദാൻ തിങ്കിന്റെ എക്സാം. സോ ഈ എക്സാം ആക്ച്വലി ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് ഇത്തവണ ഒട്ടും ചോദിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ അടുത്ത വർഷം ചോദിക്കില്ല എന്നല്ല. എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. ക്യൂ ആയിരുന്നു നമ്മൾ വരച്ചത്. ഹായ് ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് സുദീപ്. കെവിൻ. ഈശ്വർ. വിശാഖ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫസ്റ്റ് നല്ലായിരുന്നു എക്സാം. ഒരു ഓവറോൾ വ്യൂ ഒന്ന് പറയാമോ ജസ്റ്റ് എക്സാമിനെ പറ്റി? ലൈക്ക് നോർമലി ഇന്ന് വെയിറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ 40%, സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ 60% ആണ് മാർക്ക് വരുന്നത് അല്ലേ? സോ ഇപ്പോഴും അതുപോലെ ആയിരുന്നോ, അത് വ്യത്യാസം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പാടായിരുന്നോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ്? ഡ്രോയിങ് ക്വസ്റ്റ്യൻ ഒത്തിരി ഉണ്ടായിരുന്നു തോന്നുന്നു. ലൈക്ക് ഒരു സെറ്റിൽ തന്നെ 2 എണ്ണം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ തന്നെ 4 സെറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ട്രിക്കി ആയിരുന്നല്ലേ NID സൈഡിൽ നിന്ന്? അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു, പക്ഷെ എഴുതി ടാക്കിൾ ചെയ്യാൻ പറ്റി. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ മൈൻഡ് ബ്ലാങ്ക് ഔട്ട് ആയ? മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആയ ഒരു ക്വസ്റ്റ്യൻ മറ്റേ ആദ്യം തന്ന പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻ, അത് ലൈക്ക് എനിക്ക് പൊതുവെ കുറച്ച് പാടായിരുന്നു. എനിക്ക് മറ്റേ 2 ഫോം ഒരുമിച്ച് മേജ് ആവുന്നത് എനിക്കത് ലൈക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ല. അതങ്ങനെ ജസ്റ്റ് ഞാൻ തട്ടിക്കൂട്ടി വെച്ചെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോയിനാണെങ്കിലും ഫസ്റ്റത്തെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ദെൻ അഗൈൻ ലാസ്റ്റ് ഇപ്പോൾ അവരുടെ ഒരു ഫോൾഡഡ് വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, പ്രൊഫൈൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതേ സെയിം പേപ്പറിന്റെ. അതിനകത്ത് 3 ഈക്വൽ സൈഡ് ഉണ്ടെന്നും പിന്നെ ബാക്കി 4 സൈഡ്സുകൾ ചെറിയതായിരുന്നു മനസ്സിലായപ്പോൾ പേപ്പറിൽ തന്നെ അതിൻ്റെ ഒരു ഫിഗർ വന്നിട്ടുണ്ടായിരുന്നു, ഷാഡോസ് കട്ട് ചെയ്യേണ്ട ഭാഗം. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ സാധനം കിട്ടി. ഓക്കെ, സോ അടുത്താണെങ്കിൽ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ബ്ലാങ്ക് ഔട്ട് ആയ ക്വസ്റ്റ്യൻസ്? ഗുഡായ ക്വസ്റ്റ്യൻസ് ഇല്ല, പക്ഷേ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. ലൈക്ക് വി എക്സ്പെക്റ്റഡ് ലൈക്ക് പോസ്റ്റർ ഡിസൈൻ, സ്റ്റോറി ബോർഡ്, പെർസ്പെക്റ്റീവ് അതൊക്കെ എക്സ്പെക്ട് ചെയ്ത്. പക്ഷേ ഇതുവരെ പാറ്റേൺ NIDയിൽ വന്നിട്ടില്ല. ഐ ഗസ് പാറ്റേൺ ലൈക്ക് ആൻഡ് ദെൻ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ റേഞ്ചും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ലാസ്റ്റ് ടൈം എഴുതിയപ്പം ഇറ്റ് വാസ് 60-40, ബട്ട് ഈ പ്രാവശ്യം ആപ്റ്റിറ്റ്യൂഡ് വാസ് 25. അതിലും ഒരു മാത്സ് ക്വസ്റ്റ്യൻ ഇല്ല. ദർ വാസ് 0 മാത്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് GK ആൻഡ് ജനറൽ നോളേജ് മോസ്റ്റ്ലി വന്നത്. ഓക്കെ, സോ എന്നെ ഇപ്പോൾ തിങ്കിലെ മോക്കപ്പ് എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നോ ഈ ഒരു എക്സാമിന്? ഈ ലൈക്ക് ഞാൻ എഴുതുമ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി ലൈക്ക് തിങ്കിൻ്റെ മോക്ക് എഴുതുന്ന പോലെയാണ് ഞാനിപ്പോൾ എഴുതിയത്. ബിക്കോസ് NID ഇഫ് ഐ റൈറ്റ് ദ എക്സാം തിങ്കിങ് ഐം റൈറ്റിംഗ് NID, ഞാൻ ഐ മെസ് ഇറ്റ് അപ്പ്. സോ തിങ്കിൻ്റെ എക്സാം പോലെ ആയിരുന്നത്, പക്ഷേ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈസിയർ ദാൻ തിങ്കിൻ്റെ എക്സാംസ്. ബിക്കോസ് തിങ്കിൻ്റെ പിന്നെ വേറൊരു വലിയ ഗുണം എന്ന് വെച്ചാൽ പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. അത് പൊതുവെ കുറേ കാൻഡിഡേറ്റ്സ് സമയം കളയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ഹൈ ലെവൽ കണ്ടുപിടിക്കാനും അത് വരച്ചെടുക്കാനും പോളിഷ് ചെയ്യാനൊക്കെ. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ലൈക്ക് ഒരു പെർസ്പെക്റ്റീവ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് പെർസ്പെക്റ്റീവ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജസ്റ്റ് കുറേ ഫേർണിച്ചറും അതുപോലത്തെ കാര്യങ്ങൾ ഫില്ല് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് അത് നല്ലൊരു കാര്യമായിരുന്നു. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രോയിൻ്റെ അടുത്താണ്. ഏത് പാർട്ട്, അതാണ് പാർട്ട് A ആണോ പാർട്ട് B ആണോ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്തത്? ഓഫ് കോഴ്സ് പാർട്ട് B, ബിക്കോസ് 75 മാർക്സിന് സംഭവം എഴുതിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എഴുതി 15 മിനിറ്റ് കൊണ്ട് പാർട്ട് A കംപ്ലീറ്റ് ആയി. ബാക്കി എല്ലാം പാർട്ട് B ആണ് അത്രയും ടൈമും കൺസ്യൂം ചെയ്തത്. സിമ്പിളാക്കി തന്നത് മൈറ്റ് ബി. ഞാനാണ് അശ്വിൻ. ഞാൻ ആദിത്യ. ഓക്കെ, എക്സാമിന് ഉണ്ടായിരുന്നു NID എക്സാം? സോ ഈ എക്സാം ആക്ച്വലി ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഓണസ്റ്റ്ലി. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്കൊക്കെ ഞാനൊക്കെ ജനറൽ നോളജിൽ ഭയങ്കര വീക്കായിട്ടുള്ളതാണ്. സോ ഞാൻ വിചാരിച്ച പാർട്ട് A ഭയങ്കര പാടായിരിക്കും ആൻഡ് പാർട്ട് B എളുപ്പമായിരിക്കും. ഡ്രോയിങ് ഇസ് സംതിങ് ദാറ്റ് ഐ എം കംഫർട്ടബിൾ വിത്ത്. എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ വന്നപ്പോൾ പാർട്ട് A ഭയങ്കര എളുപ്പമായിരുന്നു, ലൈക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ആൻഡ് പാർട്ട് B കുറച്ച് കടുത്തുപോയി. എന്ന് വെച്ചാൽ കുറച്ച് നമ്മളിതുവരെ ഭയങ്കര ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഭയങ്കര തിയററ്റിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡ്രോയിങ്സ് ആണ് കൂടുതൽ ചോദിച്ചത്. സോ അത് കാരണം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലൈക്ക് സെയിം അഭിപ്രായമാണ്. ഈ സെക്കൻഡ് പാർട്ട്, അതായത് ഡ്രോയിങ് പാർട്ട് കുറച്ചൊരു പ്രോബ്ലം സോൾവിങ് കുറച്ച് ടെക്നിക്കൽ വേയിലാണ് ചോദിച്ച. കാര്യം പ്രോഡക്റ്റ് ഡിസൈൻ തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു. ക്രിയേറ്റീവിന് ആകെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഭയങ്കര സിമ്പിളായിരുന്നു. ബാക്കി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഡ്രോയിങ്, ബട്ട് ഓക്കെ. എന്നാലും ഒരു ബ്ലാങ്ക് ഔട്ട് ആയ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ മനസ്സിലുണ്ടോ? അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇതിൽ എന്ത് ആൻസർ ചെയ്യും എന്നുള്ളൊരു തോട്ട് ഓഫ് മൈൻഡ് വന്നത്? എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിരുന്നു.
ഓക്കെ, അതിൽ മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു പോർട്ടബിൾ വാട്ടർ ഒരു ഹില്ലിൻ്റെ മുകളിലേക്ക് ക്യാരി ചെയ്യാനുള്ള ഒരു ഡിവൈസ്. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ക്യാരി ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കണം. അതായത് 20 ലിറ്റർ വാട്ടർ ഒരാൾ ക്യാരി ചെയ്യണം. അതിന് നമുക്ക് ഈ റെയിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അയാൾ തന്നെ ക്യാരി ചെയ്യണം. അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയില്ല. അതിൽ 2 ഇതും ചോദിച്ചു, ഒന്ന് പ്രോഡക്റ്റ്, ഒന്ന് അയാൾ ക്യാരി ചെയ്യുന്നതായിട്ട് 2 ഇതും ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു. കുറച്ച് ചിന്തിക്കാനുണ്ടായിരുന്നു. ബ്രോ ആണെങ്കിൽ സെയിം ആണോ? എനിക്ക് ആ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് യാ, അതൊക്കെ തന്നെ ആയിരുന്നു.